Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് അവൽ വെച്ചിട്ട് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത് കാണാം. 10 മിനിറ്റിനുള്ളിൽ ഈ പായസം റെഡി ആവും ട്ടോ. നമുക്ക് വേഗം വീഡിയോക്ക് കടന്നാലോ. നമ്മളിപ്പോൾ ഒരു 3 ടീസ്പൂൺ നെയ്യ് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഒരു 10 കശുവണ്ടി ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മുടെ കാഷ്യൂ നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. നമ്മുടെ കശുവണ്ടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് 1.5 കപ്പ് അവൽ, നമ്മുടെ ചുവന്ന കുത്തരിയുടെ അവലാണ്. ഇത് നമുക്ക് 1.5 കപ്പ് നമ്മുടെ ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ്, ഇത് 1.5 കപ്പ് കേട്ടോ. എന്നിട്ട് ഇത് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്യാം. അധികം വേണ്ട, ഒന്ന് നെയ്യിലൊക്കെ ഒന്ന് കിടന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇത് അങ്ങോട്ട് നമ്മുടെ പായസത്തിൽ അലിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ചെറിയൊരു ഹാർഡ്നെസ് വരും ഇതിന്. അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യണേ. അവലെന്തായാലും നമ്മൾ പാലൊക്കെ ഇട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഇത് സോഫ്റ്റ് ആവും. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഹാർഡ്നെസ് അറ്റ്ലീസ്റ്റ് ആ എൻഡിൽ കിട്ടും. അതിന് വേണ്ടി നമ്മളങ്ങനെ ചെയ്യണേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇപ്പം നല്ലൊരു റോസ്റ്റ് ആയതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കല, ചെറിയൊരു മണം വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് നമ്മുടെ നാളികേരത്തിൻ്റെ 2ാം പാലൊന്നും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ 4.5 പാലൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പായസം റെഡിയാവാൻ അധികം നേരമൊന്നും എടുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്, അവലൊക്കെ സാധാരണ നമ്മൾ നനയ്ക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യണ പോലെ ഇതും അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് നമ്മുടെ വെല്ലം ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വല്ലാണ്ട് ഇതിൽ കിടന്ന് വേവേണ്ട ആവശ്യമില്ലല്ലോ. അവൽ പെട്ടെന്ന് തന്നെ എല്ലാം പഞ്ചസാരയും മധുരമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതൊന്നും തിളച്ച് വന്നോട്ടെ. അപ്പോൾ ഇതൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/2 സ്പൂണ് ചുക്ക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഡ്രൈ ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ചുക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നാളികേരത്തിൻ്റെ 1ാം പാല് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു തള വന്നാൽ മതി. അപ്പം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ പായസം റെഡിയാവും ചെയ്യും. നല്ല എളുപ്പമല്ലേ? ഒരു കൂടി വന്നാൽ ഇത്ര 10 മിനിറ്റല്ലേ എടുക്കുള്ളൂ ഇങ്ങനത്തെ പായസമൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പം നമ്മുടെ ഓണത്തിന് നിങ്ങൾ ഓരോ പായസങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ആക്കുക. തെമ്പാലിട്ടതിന് ശേഷം ആദ്യം തിളപ്പിക്കരുത്. അപ്പം നമ്മുടെ ഇവിടെ അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.